പറയും കൂടുതൽ വിൽക്കുക കൂടുതൽ മേടിക്കുക, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ കാശ് ഉണ്ടാക്കാം. പക്ഷെ ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം ഒരു വണ്ടിയിൽ നിന്ന് നല്ലോണം പ്രോഫിറ്റ് ഡീലർഷിപ്പ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് ഒരു നല്ല പ്രൈസ് കിട്ടുള്ളൂ. അപ്പൊ ഒരു വണ്ടി വിറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സാലറിന്റെ ഇത് ഇങ്ങോട്ട് കയറി എന്ന് വെച്ചാല് ഇപ്പം എനിക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു ഇയർലി 100K ഉണ്ടാക്കേണ്ടത്. എന്റെ കൂട്ടത്തിലുള്ളവന്മാരെല്ലാം ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ വണ്ടി വിൽക്കുന്നതിലല്ല, വണ്ടി ഡെലിവറി ആകുന്നതില കാര്യം. വണ്ടി വിറ്റെന്ന് വെച്ചിട്ട് എനിക്ക് കാശ് കിട്ടത്തില്ല, ഈ വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ എനിക്ക് കാശ് കിട്ടും. അതായത് പിന്നെ അഡ്വാൻസ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല എന്നല്ലേ? അത് ഡെലിവർ ആവുമ്പോ ഇപ്പം വണ്ടി ഇപ്പം വരുന്ന 1.5 കൊല്ലം കഴിഞ്ഞിട്ട് വരത്തുള്ളൂ വണ്ടി. ആ വണ്ടി വെച്ചിട്ട് എനിക്ക് ഒരു ഗുണമില്ല. സത്യം എല്ലാ വണ്ടികളും അങ്ങനെ തന്നെയല്ല ഇപ്പൊ വരിക? അല്ല, അങ്ങനെയൊന്നുമില്ല. സ്റ്റോക്ക് വരും, വണ്ടി സ്റ്റോക്ക് ഇഷ്ടംപോലെ വണ്ടി വരും, കുഴപ്പമൊന്നുമില്ല. അല്ല, പുതിയ വണ്ടികൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നമ്മളെല്ലാ പേരും വിളിച്ച് കാണും. ഒരു മാസം 80 എണ്ണം വെക്കണമായിരുന്നു. ഒരു മാസം 80 വണ്ടി ചുമ്മാ വെച്ചു. ഞാൻ ഇന്നൊരു വണ്ടി വെച്ചായിരുന്നു, ഹൈബ്രിഡ്. അത് പിന്നെ എങ്ങനെ ഡെലിവറി കൊടുത്തുന്ന? അല്ലതെ, ഡെലിവറി മറ്റന്നാൾ പോകും. ഡെലിവറി അതിങ്ങനെ പുതിയതോ? ഓൾറെഡി ഒരാൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരന് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തു. ആ പുള്ളിക്കാരൻ 2 കൊല്ലമായിട്ട് വെയിറ്റ് ചെയ്തു. 2022 ബുക്ക് ചെയ്ത് ഒന്നും കിട്ടിയില്ല. അപ്പൊ ഞാൻ പുള്ളി ഒന്ന് എൻ്റെ ചോദിക്കാറ്, എന്നാ എൻ്റെ വണ്ടി ഉണ്ടെന്ന് എടുത്തോ. ഓക്കെ ഫൈൻ, എടുത്തു തന്നു. അപ്പൊ നിനക്ക് എന്തെങ്കിലും അവര് ഇതായിട്ട് തരുമോ? ഒന്നൊന്നുമില്ല, എനിക്കെല്ലാം കമ്മീഷൻ ബേസ്ഡാണ്. അവര് തരുന്നൊന്നും. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോ അതിങ്ങനെ ഒരാളുണ്ട് അതിങ്ങനെ മാറ്റി തരുന്ന പറയുമ്പോഴും അവര് ഡൗട്ട് അടിക്കൂലേ? സത്യാവസ്ഥയാണ്, ആളുകൾക്ക് അറിയാം ഹൈബ്രിഡ് എന്തോരം കിട്ടാൻ പാടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇതിപ്പം കൊടുത്താൽ എനിക്കെന്ന് പറഞ്ഞാല് എനിക്കിപ്പം അവര് ഓക്കെ നീ ഇത്രയും വെയിറ്റ് ടൈമില്ലേ, നിങ്ങൾ കളഞ്ഞിട്ട് പോ എന്നൊന്നും പറയാനില്ല. ഞാൻ തിരിച്ച് അങ്ങോട്ട് കസ്റ്റമറിനെ പറയും, എനിക്ക് തരാൻ പറ്റൂല, ആണെങ്കിൽ എടുത്താൽ മതി. കാരണം ഡിമാൻഡ്. റൂഡായിട്ടല്ല പറയുന്നത്, ഞാൻ റൂഡായിട്ട് പറയുന്നല്ല പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നുവെച്ചാൽ എനിക്ക് തരാൻ പറ്റത്തില്ല, വണ്ടിയില്ല, ഞാൻ എന്ത് ചെയ്യും? പക്ഷെ ആളുകൾ വാങ്ങുകയും ചെയ്യും. ഇത്രയും പറഞ്ഞിട്ട് എത്ര ഡാർക്ക് അടിച്ചിട്ട് പോയാലും ഇല്ലേ, ടൊയോട്ടയുടെ ബ്രാൻഡ് വാല്യൂ ഇടിച്ചു പോകത്തില്ല. എന്നുവെച്ചാൽ ആളുകൾ 30 കൊല്ലം 25 കൊല്ലം എന്നൊക്കെ പറഞ്ഞ്, ഞാൻ 25 കൊല്ലമായിട്ട് ടൊയോട്ടയിലാണ്, 30 കൊല്ലമായിട്ട് എൻ്റെ കുടുംബം മൊത്തം ടൊയോട്ടയിലാണ്. ഇങ്ങനെയൊക്കെയാ വന്ന് പറയണം, എനിക്ക് വണ്ടി തരുമോ പ്ലീസ്? ഇല്ല, തരാൻ പറ്റില്ല. അതായത് അവർ ടൊയോട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. വണ്ടി വെച്ചാൽ ഞാൻ ജനിച്ച അന്ന് തൊട്ട് ടൊയോട്ട കണ്ടാണ് വന്നത്. എന്റെ അച്ഛൻ ടൊയോട്ട എടുത്ത, അമ്മ ടൊയോട്ട എടുത്ത, ചേച്ചി ടൊയോട്ട എടുത്ത, എനിക്കും ടൊയോട്ട തന്നെ വേണം. കാരണം വണ്ടി റിലയബിൾ ആണ്. വണ്ടി വേറെ ഒരു വണ്ടിയും അത്രയും റിലയബിലിറ്റി കാണിക്കുന്ന വണ്ടിയില്ല. അത് കഴിഞ്ഞിട്ട് വരണേ ഹോണ്ട. ഈ ടൊയോട്ടയിൽ കയറണമെങ്കിൽ പിന്നെ ഇങ്ങനെ നമ്മള് ലൈസൻസ് എടുത്തിട്ടാ കയറി. അപ്പൊ നമ്മളിങ്ങനെ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ അവര് നമ്മൾ ഹയർ ചെയ്യും? അങ്ങനൊന്നും ഇല്ലല്ലോ, നമ്മള് കേപ്പബിൾ ആണെന്ന് തോന്നിക്കാണ്ട് ഹയർ ചെയ്യത്തില്ല. ലൈസൻസ് എടുത്താൽ മാത്രമേ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റൂ. അതെ, അപ്പൊ ലൈസൻസ് എടുത്തു വിചാരിക്കും. പക്ഷെ അവിടെ ഇപ്പൊ നമ്മൾ ചില കമ്പനിയിലൊക്കെ ഇത്ര ആൾക്കാർ ഫുൾ ആവുമല്ലോ, അതേപോലെ ഇവര് എത്ര സെയിൽസ്മാനോ ആണെങ്കിലും എടുക്കും. അങ്ങനെ മനസ്സിലായില്ല. അതായത് എല്ലാ കമ്പനിയിലും എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് എംപ്ലോയീസ് അല്ലേ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സെയിൽസ്മാൻ എന്ന് പറഞ്ഞാല് അവര് വിറ്റാ പൈസ കൊടുത്താൽ മതി എന്നുള്ള രീതിയിൽ. അങ്ങനെ പിന്നെ ഇപ്പോൾ ഒരു 100 സെയിൽസ്മാൻ, ഇപ്പം നീ വർക്ക് ചെയ്യണ ആ ബ്രാഞ്ചിൽ അവിടെ ഇപ്പോൾ 10 സെയിൽസ്മാൻ, ഇപ്പം 100 സെയിൽസ്മാൻ ആയാലും അവർക്കൊരു കുഴപ്പമില്ലേ? ഇല്ല, ഉണ്ടല്ലേ, ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. അതെ, ലിമിറ്റ് ഉണ്ട്. അതുമല്ല അവര് ഹയർ ചെയ്യും. അവര് എന്താണ് നിങ്ങളുടെ മോട്ടീവ് എന്നൊക്കെ നോക്കും. പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. ചുമ്മാ ഞാൻ വിൽക്കും നമ്മുടെ ആ ഇതൊക്കെ നോക്കും. ഇത്രയും പറഞ്ഞാല് എന്നെ അവര് സ്ലോ എന്നാ പറയുന്നത്. സ്ലോ എന്ന് വെച്ചാല് പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന പറയണം. കുറച്ച് പറ്റൂല, ഫക്ക് ഓഫ് എന്ന് പറയണം. നമ്മള് പറയും, ഞാൻ പറയും എനിക്ക് ഐ കാൻ ഡു ഇറ്റ്, സോറി, ഇങ്ങനെ പറയണം. ഞാൻ അതാ അവര് ഇഷ്ടപ്പെടും പറയും. അല്ല, അങ്ങനെയാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഈ ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾ വണ്ടി വാങ്ങിക്കാൻ പോകുന്നു, ഫ്രണ്ടിൽ ഇരിക്കുന്ന സെയിൽസ്മാൻ കള്ളം പറയില്ല നിങ്ങൾ കണ്ടോ? നിയാസ് ഭായ് ഇപ്പൊ വണ്ടി വാങ്ങിക്കാൻ പോകുന്നു, ഫ്രണ്ടിൽ ഇരിക്കുന്ന സെയിൽസ്മാൻ കള്ളം പറയൂല എന്ന് നിയാസ് ഭായ് കണ്ടോ ഇല്ലേ? ഇല്ലേ? ചാൻസ് ഞാൻ പറയില്ല, ചാൻസ് ഉണ്ട് എന്നാണ് പറയാ. പക്ഷെ നീ അന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി, ഉണ്ട്, ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കല്ലേ. അങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കും നിയാസ് ഭായിയുടെ വർക്ക്ഔട്ട് ചെയ്തിട്ടല്ലേ വരുന്നത്, വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ നിയാസ് ഭായ് വിചാരിക്കുകയാണ് ഓക്കെ ഞാൻ ഇവനോട് ഇങ്ങനെ സ്കിപ്പ് ചെയ്താല് അവന്റെ ബെസ്റ്റ് ഡീല് ഞാൻ എടുക്കും എന്ന് വിചാരിച്ചോണ്ട് നിയാസ് ഭായ് വരെയാണ്. ഇത്
അത് ചിലപ്പോൾ കൂടിപ്പോയാലും 1-2 മാസം പോട്ടെ 6 മാസം കൊണ്ട് പ്ലാൻ ഇട്ട് എടുത്ത തീരുമാനം എനിക്ക് വണ്ടി മേടിക്കണം. പക്ഷെ എൻ്റെത് എന്താണ്, ഈ 6 മാസത്തിലും ഓരോ ദിവസവും ഞാൻ ഓരോ കസ്റ്റമറിനെ വെച്ച് നോക്കിയാൽ പോലും 30 ദിവസം 30 കസ്റ്റമറുടെ ഞാൻ സംസാരിക്കണം. 30 ടൈപ്പുള്ള കള്ളവും കഥകളും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ടാവും. അതുപോലെ എനിക്ക് വിൽക്കേണ്ട വണ്ടികളെന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റോ വണ്ടികളായിരിക്കും വിൽക്കുന്നത്. അതിൽ പോലും എല്ലാ വണ്ടികളും എല്ലാവരും വാങ്ങത്തില്ല. ഒരു പർട്ടിക്കുലർ ക്യാമറി, കൊറോള, റാഫോർ ഇതൊക്കെ മാത്രമായിരിക്കും ആളുകൾ മിക്കതും എടുക്കുന്നത് ആണല്ലോ. ഇതില് ഞാൻ 30 പേരെടുത്ത് ഒരു മാസം ഇട്ട് 6 മാസം കൊണ്ട് ഞാൻ പയറ്റി തെളിയാത്ത വല്ല കള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ എല്ലാ രീതിക്കും കളിക്കും. കാരണം അത്രയും എക്സ്പോഷർ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് എൻ്റെ പറയാണ് നീ പറ, അല്ലെങ്കിൽ എനിക്കിട്ടൊരു ഒബ്ജക്ഷൻ തരാണ്, ഞാൻ ചുമ്മാ ഇങ്ങനെ തിരിച്ച് ഒബ്ജക്ഷൻ അടിക്കും. വെറുതെ നോക്കി നിൽക്കി ഞാൻ വിൽക്കുന്നത് മനസ്സിലായോ? പക്ഷേ നിങ്ങൾ എല്ലാവരും വിചാരിച്ചുകൊണ്ടായിരിക്കും വരുന്ന ആ ചക്കൻ കള്ളം പറയുമായിരിക്കും. പക്ഷെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 30 പേരെടുത്ത് ഞാൻ 30 കള്ളം പറയേണ്ടി വരും. എനിക്ക് ഞാൻ എത്ര കള്ളം പറഞ്ഞെന്ന് എനിക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. ആണോ? അതിനേക്കാളും നല്ലത് ഞാൻ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കള്ളം പറഞ്ഞില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വിത്തിൻ ഞാൻ മെയിലുകളിലായിരിക്കും കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഇൻ കേസ് ആ പുള്ളിക്കാരെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മെയിൽ അയക്കും പുള്ളിക്ക്. ഇന്ന മെയിൽ അയച്ചാൽ ഇന്നതാണ് പേപ്പർ വന്നത്. അപ്പൊ നാളെ ഒരു ദിവസം ആകുമ്പോഴത്തേക്കും അവർ വന്ന് എന്നോട് പറയുന്നത് ഇന്ന നീ തന്നിട്ടില്ല, എന്നാ മെയിൽ നിന്റെ പ്രൂഫാണ്, നീ എഗ്രി ചെയ്ത് ഞാൻ എഗ്രി ചെയ്താണ്, ടൈം ഇന്നതാണ്, നിന്റെ ഇമെയിലാണ്, ലീഗലി പ്രൂവ് ചെയ്യാൻ പറ്റും. ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പൊ നീ ഒരു കസ്റ്റമർ അല്ല ഒരാൾ വന്നു കഴിഞ്ഞാൽ നീ എല്ലാവർക്കും മെയിൽ കൊടുക്കും? പിന്നെ കൊടുക്കണമല്ലോ. എന്റെ സ്വന്തം മെയിലല്ലോ, വർക്ക് ഇമെയിലുണ്ട്, വർക്ക് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. എല്ലാം എന്റെ വിത്ത് കാർഡ് എല്ലാ സാധനം ഉണ്ടോ. പിന്നെ ഒരു ടെൻഷൻ അടിക്കാൻ വിസിറ്റിംഗ് കാർഡ് എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കാര്യം സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. പക്ഷേ പ്രശ്നം എന്ന് പറയുന്ന ആളുകൾ ഇത് വേണം, വണ്ടി പെട്ടെന്ന് വേണം, വണ്ടിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒബ്ജക്ഷൻ ആയിരിക്കും. അപ്പം എനിക്ക് പറ്റത്തില്ല എന്ന്. പിന്നെ ചിലവർ പറയും എനിക്ക് ഓൾറെഡി ഒരു വണ്ടി ഉണ്ട്, 100 കിലോമീറ്റർ ആയതാണ്, നല്ല വണ്ടിയാണ്, ആക്സിഡൻ്റ് ഒന്നും ആയിട്ടില്ല, നിങ്ങൾ അതിന് എത്ര രൂപ തരും? അപ്പം ഞാൻ പറയും ചിലർ പ്രൈസ് എത്ര തരും എന്ന് കേൾക്കാൻ വേണ്ടി മാത്രം വരും. അതെൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലേ. ഈ സെൻട്രൽ കോളേജ് എങ്ങനെയാണ്? നല്ല കോളേജാ? അവിടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു കുറേ പേര് പഠിച്ചു. അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? ഓക്കെ, ആൾക്കാർ ടൈം വേസ്റ്റ് ചെയ്യും. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ പെട്ടെന്ന് പോകാൻ പറയുക, എന്താ പറയുക, അതിനൊരു ട്രിക്കുണ്ട്, സംസാരിക്കുന്ന വിധത്തിലുണ്ട് ആ ട്രിക്ക്. നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾ ഒരു വണ്ടി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ സാധനം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പ്രൈസ് തരുന്നത് ഒരു വിരോധമില്ല. അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രൈസാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചിരിക്കും. പിന്നെ അവർ പറയും ഇല്ല, എനിക്ക് നീ പ്രൈസ് തന്നാൽ മാത്രമേ എടുക്കുള്ളൂ. എല്ലാം അപ്പോയിന്റ്മെന്റ് ഇതിലല്ലേ നീ സ്വീകരിക്കുന്നത്? അല്ലേ, കോൾ വരും, വെബ് ലീഡ് വരും, അപ്പോയിന്റ്മെന്റ് വരും, പിന്നെ ഒരാൾ വിളിച്ച് റെഫറൽ വരും, അങ്ങനെ കുറേ വഴി വരും. ഈ ഓഫീസിൽ എന്തെങ്കിലും ഈ റാഗിങ് ടൈപ്പ് അങ്ങനെ പൊളിറ്റിക്സ് ഉണ്ട് ബാക്കിൽ, അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണ് ബാക്കിൽ അടി കൂടെ നല്ലോണം പൊളിറ്റിക്സ്. അതെങ്ങനെ? കാരണം എന്താ പറഞ്ഞാൽ ഞാൻ അതൊക്കെ അവിടെ നിന്നാലേ മനസ്സിലാവുള്ളൂ. കറക്റ്റ് ആ ഫീൽഡിൽ നിൽക്കുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നാലും എങ്ങനെയാണെന്ന് മനസ്സിലാവത്തില്ല. കാരണം എന്താണെന്നറിയോ, ഞാൻ ഫസ്റ്റ് പോയി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഓഫീസിലുള്ള ഒരുത്തൻ്റെ മകൻ അവിടെ വർക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞത്. ടൊയോട്ട അവിടെ സ്കാർ